ഒരു വാർഡിൽ 12,000 വോട്ട്, മറ്റൊരു വാർഡിൽ 3,500 വോട്ട്. കോഴിക്കോട് BJPക്ക് സീറ്റ് കൊടുത്തതിന്റെ ക്രെഡിറ്റ് വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല, സാക്ഷാൽ പിണറായി വിജയൻ അവകാശപ്പെട്ടതാണ്. ആ വാർഡ് അങ്ങനെ വിഭജിച്ച് വോട്ട് കൂടാതെ BJPക്ക് എങ്ങനെ വാർഡ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള പരീക്ഷണം നടത്തിക്കൊടുത്ത ആളാണ് പിണറായി വിജയൻ കോഴിക്കോട്. ഞാൻ കോഴിക്കോട് പ്രത്യേകിച്ച് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. കോഴിക്കോട് DCC ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കണം. അവരുടെ ടീം വർക്കിനെ, അവിടുത്തെ ആ ഒരു നല്ല വിജയം നേടിയെടുക്കുന്നതിന് അവർ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന് ജയിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം അപ്പോൾ പിണറായി വിജയൻ അടങ്ങിയിരിക്കുമെന്ന് കരുതേണ്ടതില്ല. അണിയറയിൽ എന്തൊക്കെയോ ചർച്ചകളുണ്ട്. പക്ഷേ മനസ്സിലാക്കിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടുപേർക്കും ശത്രുവായിട്ടുള്ള കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കും. അങ്ങനെ രണ്ടുപേർക്കും ശത്രുവായിട്ടുള്ള കോൺഗ്രസിനെ നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ തോൽക്കുകയില്ല എന്ന് തെളിയിച്ച് തങ്ങളുടെ പോയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാരണം ജനം വിഡ്ഢികളല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. അവരാഗ്രഹിക്കും BJPയുമായിട്ട് അവിഹിത കൂട്ടുകെട്ട് വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പം PM ശ്രീയിൽ കണ്ടത്, ലേബർ കോഡിൽ കണ്ടത്, ദേശീയപാതയുമായി ബന്ധപ്പെട്ട തകർച്ചയിൽ നമ്മൾ കണ്ടത് നിങ്ങൾ കണ്ടില്ലേ? ഓരോ ദിവസവും കിട്ടുന്ന വാർത്തകൾ എന്തായിരുന്നു? ഓരോ ദിവസം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താ? ഏത് ജില്ലയിലാണ് ദേശീയപാത തകരാത്തത്? കേരളം കണ്ട ഏറ്റവും ഭീകരമായ അഴിമതിയായിട്ടൊന്നും മാറിയില്ലേ? നമ്മളെല്ലാം റോഡിന് വേണ്ടിയിട്ടായിരുന്നു, സുരക്ഷിതമായ റോഡിന് വേണ്ടിയിട്ട്, നല്ല റോഡിന് വേണ്ടിയിട്ട്. പക്ഷേ ആ റോഡിനെ പണം സമ്പാദിക്കാനുള്ള മാർഗമാക്കി നിങ്ങൾ മാറ്റുമ്പോൾ രണ്ടുപേരും തമ്മിലുള്ള കള്ളക്കച്ചവടത്തെ പരസ്പരം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഈ എല്ലാ പദ്ധതികളിലും കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ വൃത്തി കാണിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ അവിശുദ്ധ ബന്ധം കൂട്ടുകെട്ടും തുടരുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കിക്കോളൂ. പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കുന്നത് ഈ കൂട്ടുകെട്ട് രണ്ട് പാർട്ടിയുടെയും അണികളെ അവരെ ഇഷ്ടപ്പെടുന്നതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അവർ രണ്ടുപേരെയും ചതിക്കുകയാണ് നേതൃത്വം ചെയ്യുന്നത്. കുറച്ചു പേരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, നേതാക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ രണ്ട് പാർട്ടിയുടെയും അണികളെ ബലിയാടാക്കിക്കൊണ്ടുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടായിരുന്നു പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടതെങ്കിൽ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരീക്ഷിക്കാതിരിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് തിരിച്ചറിയുന്നുണ്ട്. ഈ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ജനാധിപത്യ മതേതര ജനപക്ഷ നിലപാടുകളിൽ 1% പോലും വെള്ളം ചേർക്കാൻ എന്ത് സാഹചര്യം ഉണ്ടായാലും ഈ പാർട്ടി ഉണ്ടാകില്ല എന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന പാർട്ടിയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആ നിലപാടുകളുമായി നമ്മൾ മുന്നോട്ട് പോകും. വെറും ഒരു സർക്കാരിൻ്റെതായിട്ടുള്ള കുറ്റപത്രം മാത്രമല്ല, കേരളം കാത്തിരിക്കുന്ന ഒരുപാട് വികസന സ്വപ്നങ്ങളുണ്ട്. കേരളം കാത്തിരിക്കുന്ന ഒരുപാട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. കേരളം ഇങ്ങനെ പോയാൽ 10 കൊല്ലം കഴിഞ്ഞാൽ ചെറുപ്പക്കാരില്ലാത്ത നാടായി മാറുമോ എന്നുള്ള ഭയം മുക്കുന്ന സമൂഹവും യുവതലമുറയും കേരളത്തിലുണ്ട്. അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള മാനിഫെസ്റ്റോ, അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള തീരുമാനങ്ങൾ, ഇതെല്ലാം വരും ദിവസങ്ങളിൽ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുണ്ടാകും എന്നുള്ളതിന് സംശയം വേണ്ട. അവരെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി ഈ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിക്കുന്നു. ഈ ക്യാമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം കൊണ്ടും കൃത്യമായ സന്ദേശം എത്തേണ്ടടുത്ത് എത്തക്ക രീതിയിൽ ഇന്നും നാളെയും നിൽക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അവസരമായി, ഈ ക്യാമ്പിൽ ഞാൻ മനസ്സിലാക്കിയുള്ളതും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആരഭിപ്രായം പറഞ്ഞാലും വ്യക്തിപരമായ തർക്കങ്ങൾ, വ്യക്തിപരമായ ആക്ഷേപങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ, അതുമായിട്ട് ഈ 2 ദിവസത്തെ ചർച്ചയ്ക്ക് ആരും വരേണ്ടതില്ല എന്നുള്ള കാര്യം ഞാനിവിടെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അത്തരം ചർച്ചകൾക്ക് ഇവിടെ ഒരു സ്ഥാനമുണ്ട്. ഒറ്റ ചർച്ച 2026 UDFനെ പരമാവധി സീറ്റുകളിൽ എത്തിക്കാനുള്ള എന്തൊക്കെ തന്ത്രങ്ങൾ നമ്മൾ ആവിഷ്കരിക്കണമെന്ന ഒറ്റ ചർച്ചയായിരിക്കും ഈ 2 ദിവസവും ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ആ ചർച്ചകൾ നമ്മളെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ മാത്രം. ബാക്കി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, പരാതികളുണ്ടെങ്കിൽ നേതാക്കന്മാരിവിടെ ഉണ്ട്, പ്രസിഡൻ്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സുണ്ട്, ജനറൽ സെക്രട്ടറി ഉണ്ട്. നിങ്ങൾക്ക് എഴുതി കൊടുക്കാം, പരിഹാര മാർഗങ്ങൾ തേടാം. ഈ ചർച്ച പോസിറ്റീവായിട്ട് ലക്ഷ്യത്തിലേക്ക്, കേരള ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു UDF ഭരണത്തിലേക്കുള്ള
ഒരു വലിയ തയ്യാറെടുപ്പിന് വേണ്ടി ഇന്നും നാളെയും കോൺഗ്രസ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മെസ്സേജ് നൽകുന്ന ചർച്ചയായിട്ട് മാറണം എന്ന് വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട്